வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாமா? எஸ். ஓகே. മാധവല്ലേ ഇവിടെ? നമ്പൂരിച്ചനാണോ? എന്താണോ? പേടിക്കണ്ട, പോലീസായിട്ടല്ല. മാധവനോട് വിവരം അന്വേഷിക്കാനാ പറഞ്ഞു. പ്രഭയുടെ കല്യാണം നിശ്ചയിച്ചുട്ടോ. വരുന്ന 31-നെ വിളിച്ചു. മാലതി പറഞ്ഞു. ജാതക പ്രകാരം ഈ ഇടവത്തിന് മുമ്പായിട്ട് നടത്തണമെന്നുണ്ടത്രേ. അതിനിപ്പോ തന്നെ അത് വേറെ മുഹൂർത്തല്ലേ? മാധവ ഒന്ന് കിട്ടുവന്നേ. ഏതോ തിരിയിട്ട് വന്നിരിക്കാரு. തുണി പോലും വലിച്ചെറിഞ്ഞു. ഇനി അത് പറക്കിയെടുക്കാൻ നാളെ ഞാൻ തന്നെ വരേണ്ടി വരും. അതെയോ? ഒരു കാര്യം പറയട്ടെ, കല്യാണം ഇത്ര പെട്ടെന്നാവും ഞാൻ ഇരിച്ചില്ല. വിചാരിച്ച പോലെ കാശ് നിങ്ങൾ ഒത്തിട്ടിടൂ. ഇല്ലത്തിന്റെ ആധാരം വെച്ചാ ഭൂപട ബാങ്കിന് ലോൺ കിട്ടും. പക്ഷേ ആധാരം പിള്ളേച്ചന്റെ കയ്യിലിരിക്കുക. കൊടുക്കാനുള്ള കാശ് തീർത്തു കൊടുക്കാതെ അയാൾ ആധാരം തരില്ല. ലോൺ കിട്ടിയിട്ട് തരാന്ന് പറഞ്ഞപ്പോ അതുവരെ സമ്മതിച്ചില്ല. നിന്റെ കുറച്ച് കാശുണ്ടാവും, ഒരാഴ്ചത്തേക്കൊന്നും മറക്കാനാ. അതിന്റെ കല്യാണത്തിന് നീ എന്തെങ്കിലും കരുതിണ്ടാവുമല്ലോ, അതിലൊരു കണ്ണു വെച്ചിട്ടാ ഞാൻ പറഞ്ഞേ. എത്ര കാശ് കൊടുക്കാനുള്ളത്? എനിക്കൊരു 30,000 ഉറുപ്പിക കൂടി വേണം. 30,000? இந்த டைம்ல ചുമത്തെങ്ങനെയായിരുന്നു നോക്കായിരുന്നു. ചോദിക്കാവുന്നവരോടൊക്കെ പോലീസല്ലേ കടം ചോദിക്കുന്നത്. ആരും തരില്ല. ഇന്നെങ്കിലും ഇല്ലെന്നേ പറയൂ. തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമ്പൂരിച്ച് വിഷമിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലോണപ്പേട്ടാണോ அந்த இவரு? വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്. ഫീസ് ഒന്ന് ഊരണം. എന്റെ ഭർത്താവെ ഞാൻ വിചാരിച്ച് കണ്ടടിച്ച് പോയ പോകാല്ലായിരിക്കും. പറഞ്ഞ മനുഷ്യനെ കേൾപ്പിക്കില്ലേ? എനിക്ക് ഞാൻ പണിയോട് இவர் கரண்ட் கட் பண்ணி தான் இது பத்திடுறாரு. പിള്ളേച്ചന്റെ വീട്ടാണ്. അതെ പിടിച്ചേ. എടാ നീ കൊറേ കാലം കൂടി ഒരു സഹായം ചോദിച്ചല്ലേ, ഇന്നാ ഇത് വെച്ചു. അത് സാരമില്ല, ഇത് എന്റെ ഒരു സന്തോഷത്തിനാ. ഓ എന്നായിരിക്കട്ടെ. ഇത് നിന്റെ அவர் ஃப்ரீயாவே பண்ணி தருவாருப்பா. 100 രൂപ തന്നെ. എന്റെ എലിപ്പ് ഇതുള്ളൂ. ഞാൻ കിട്ടിയ കൊണ്ടുതരാം. ഓ നീ കോപ്പ് ഇത് വെച്ചോണ്ട് கோப்பு தரும். இந்த கொலாபரேஷன் நல்லா இருக்குப்பா. போலீஸுக்கு காசு சொன்னா திருடட்ட போறது, திருடனுக்கு வந்து லைட் ஆஃப் பண்ணுறது ஈவி காரட்ட போறது. நல்ல நல்ல பாலிசிப்பா. ஏய் இங்கே காவியம் வேணும் இருப்பாங்க. அவருக்கு பொண்ணுங்க இருந்தாங்கல்ல ஜெகதிக்கு, இந்த இளநீ வச்சிருந்தாங்களே. இவருக்கு போர் அடிச்சு காசு வேணாம ஜெகதிட்டு தான் போறாங்க. கழிவுல மாட்டி தான் கொட்டாரு. கட் பண்ணி எடுத்துட வேண்டியதான். கிசிச்சு கண்டுபிடிச்சிட்டாங்களா அவங்க? போனா போது போ. அது வந்து எப்படி கெட்டதுக்காக பண்ண மாட்டான்னு தெரிஞ்சுக்கிச்சு போல எங்களுக்கு. பத்திரம் தான் எடுக்க. அதான் பத்திரம் தான் எடுக்க வந்திருக்காரு. அவரோட பத்திரத்தை எடுத்துட்டு வருவோம். ഒരു ശബ്ദം കേട്ടല്ലോ. ശാന്തേ, ശാന്തമേ. போச்சு. அந்த அம்மா வச்சிருப்பாங்க நினைக்கிறேன். போலீஸ் தானே சேட்டவா? അല്ല, നീ എന്താ ഈ സമയത്ത്? ആധാരം. ഇത് പിള്ളേച്ചൻ എങ്ങനെ? പിള്ളേച്ചൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ചോദിക്കാനും പറയുന്നത് ഞാൻ നിന്നില്ല. കാര്യം ഞങ്ങൾ ശത്രുക്കളൊക്കെ ആണെങ്കിലും എന്താണെന്ന് അറിയില്ല, ഉറങ്ങുന്ന ഒരാളെ വിളിച്ചോളത്ത് ശരീരം എനിക്കിഷ്ടമല്ല. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ രണ്ടാൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നാളെ തന്നെ ബാങ്കിൽ ചെന്ന് ലോണിന്റെ കാര്യം ശരിയാക്കണം. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അയാളുടെ കാശാണ് തിരിച്ചു കൊടുത്തത്. നമുക്ക് അയാളുടെ കാശൊന്നും വേണ്ട. എന്നെ പിടിച്ച് ഞാനൊരു പോലീസുകാരനല്ല. എന്നാ പിന്നെ പോലീസുകാരനെ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യും. പോലീസുകാരനായ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇതൊരു പേടി തൂരി പോലീസ്. കാശ് കൊടുക്കാമല്ലോ. ഈ ചേക്ക് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മാതിരി അടിപൊളിയിട്ടാണ്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ അകത്ത് വന്നു? കള്ളൻ കാറ്റിനെ പോലെയാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, കാറ്റിനെ ഉടൽക്കേണ്ട ആവശ്യമില്ല. ചാമിങ്ങാன திருடன். ഞാനൊന്ന് നമ്പൂരിച്ചിനെ കണ്ട് ഒരത്യാവശ്യം. ഞാനെല്ലാം കേട്ടു. മാധവേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് വിചാരിച്ചേ. ഇഷ്ടം
அவங்க தப்பா புரிஞ்சுக்கிட்டாங்க, விளையாண்டுட்டு இருக்காரு. അന്ന് ഞാൻ ആ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ സാരില്ല, എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാ. സാരില്ല. இவங்க மேலே தப்பு இல்லை, அவங்க மேலே தப்பு இல்லை. நைஸ் சாங். ഇതാ കണക്ക് പറയാനും തർക്കിക്കാനും ഒന്നും നിൽക്കണില്ല. പിള്ളേറ്റം പറഞ്ഞ തുക മുഴുവനുണ്ട്. സന്തോഷം. ഇവനിപ്പോ ഇവിടെ എന്താ കാര്യം? ഹിന്ദി. എടോ ഞാനുണ്ടോ? ആ കോളേജ് പഠനം എങ്ങനെയുണ്ട്? ഡിഗ്രി കിട്ടാത്ത മുട്ട കേട്ടോ. நீ முடி. അതോ ഞാനിങ്ങോട്ട് വരണ? பையன் சாமியா இருக்காருப்பா. കിട്ടി ബോധിച്ചു. അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു. அவரோடதுன்னு அப்படியே வச்சிருக்காரு, எடுக்கல. സുഖല്ലേ? அவங்க அப்பாட்ட இருந்து ஆட்டையா போட்டாங்கல்ல, அது அவர் எடுக்கல. நேர்மையான கல்லன். മാധവൻ ഈ പറയുന്ന ഗംഗാധരനാരുടെ മകനാണ് അല്ലേ? അതെ, ഇന്ന് വരെ അവൻ പലിശ ഒന്നും മുടക്കിയിട്ടില്ല. സാധാരണ ബ്ലേഡിന്റെ ഡബിൾ ആണ് വലിക്കുന്നത്. അത് കുഴപ്പമില്ല. ഈ പ്രൊവനോട്ടാണ് നമ്മുടെ ബലം. എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരിച്ചു തന്നുകൊള്ളാമെന്ന ഉറപ്പിന്മേൽ കൈവായ്പ കൊടുത്തതായിട്ടാണ് രേഖ. അതെ, ഈ തുക മൊത്തമായിട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉടനെ എടുത്തു തരാൻ ഈ മാധവന്റെ കയ്യിൽ കാശുണ്ടാവോ? അതെന്തായാലും ഉണ്ടാവില്ല. ആ, എന്നാൽ ആ വീടും പറമ്പ് നിങ്ങൾക്ക് കിട്ടും. മാധവൻ ഒരു മോഷ്ടാവാണേ. കേസ് നടത്താൻ പോണതും വക്കീൽ ആരാണെന്നും ഇത് കോടതിയിൽ എത്തുന്നത് വരെ അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആ, മൂന്നരണി. ഓ, சலீம் குமார் பயங்கர ஸ்மார்ட்டா இருக்காருப்பா. എടുത്തു വെക്ക്. വക്കീലെ, ഇത് ഭദ്രമായിട്ട് എവിടെങ്കിലും. പിള്ള പേടിക്കണ്ട, അലമാരിയിൽ വെച്ച് കൂട്ടും. എന്നിട്ട് താക്കോല് ദാ, ഇത് കേട്ടോ, ரைட்டு. ഇവിടെ നീ താക്കോൽ എടുക്കാൻ മാത്രം മിടുക്കുള്ള കളനാണെങ്കിലേ അതോ കൊണ്ടുപോട്ടെ. அங்க இருந்து நல்லா எடுத்திருக்காங்க. നാരായണ നാരായണ. ശ്രദ്ധിക്കൂ. വാവുള്ളിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ, പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവൻ നായർ, സർവേ നമ്പർ 168 12. ഞാൻ മുകുന്ദനുണ്ണി, വക്കീല. நோட்டீஸ் கொடுக்க வந்திருக்காரு போல. കോട്ടയ്ക്കൊക്കെ കണ്ടില്ലേ? കോട്ടയൊക്കെ ഉണ്ട്, പക്ഷേ വിശ്വാസം ഇല്ലേ? 10 മിനിറ്റ്. Look at that. I object, Your Honor. Yes, my lord. That's all, Your Honor. இவரு கேஸ்ல மாட்டிட்டாரு நினைச்சிட்டாரு போல. എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഈ മാധവ്ദേവ്, ഈ മാധവ്ജി, മാധവ്ജി കൃഷ്ണവിലാസിൽ ഭഗീരഥൻ പിള്ളയുടെ ആളെ നിങ്ങളുടെ വീട് പറമ്പും കോടതി വഴി തട്ടിയെടുക്കും. உண்மையை சொல்லிட்டாரு. മിസ്റ്റർ മാധവൻ നായർ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. പ്ലീസ് എന്നെ രക്ഷിക്കണം. എനിക്ക് തന്നെ ഈ കേസ് തരണം. ஒரு ஜூனியர் தானே அவரு. சொந்தமா பிசினஸ் ஆரம்பிக்க போறதுக்காக. നിൽക്കുന്നേ, ஓகே. മാധവൻ നായർ ചേട്ടനൊന്നും പറഞ്ഞില്ല. ഈ കേസിന് കോടതി പോരാ, പട്ടാളം കുറച്ചുകൂടി നല്ലത്. പട്ടാളോ? ദൈവമേ, ഈ കേസ് അതിർത്തി വിട്ട് പോവേനാ. ഏയ്, എന്തോ உங்களுக்கு ஆளுங்களா? ഞാൻ അങ്ങോട്ട് വന്നിട്ട് താൻ ഇങ്ങോട്ട് പോന്നാ മതി. ഓഹോ, പതുക്കെ. ഏയ്, നിക്കോ. வாட்ச் ரெண்டு பேரும் எப்போ விக்கிறீங்களா? எப்பவுமே பசங்கள்ட்ட வம்பிழுக்கிறதே செகண்ட் ஹாஃப்ல எமோஷனல் ஆயிருவாங்க. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്ക് ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ரெண்டு பேருமே காலி. பொண்ணை வச்சுக்கிட்டு மிலிட்டரிக்காரன்ட்ட மாட்ட போறாரு. എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. இருக்காரு இருக்காரு. ரிட்டைர்மெண்ட் ஆகிட்டு இல்லையா, லீவில் இருக்காரா? தெரியல. പട്ടാസ് നീ പൊട്ടാரு. തോക്കല്ല, എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ, എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിന്റെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ, ഇനി 1 വർഷം എടുക്കും പുരുഷന്റെ ലീവ് കിട്ടാൻ. பொய் சொல்லிட்டாரு, இப்ப போய் மாட்டிப்பாரு. பஞ்சாரி വേറെ ലെവൽ. മസ്താന. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? ஷோலி முடிச்சு நீ. வேணுமே தான் மாட்டிருக்காரு. கேஸா கொடுக்குறீங்க? கேஸ் എനിക്ക് ഓയിലിട്ട് പാൽ ഒഴുക്കി ഒഴിച്ചു കൊടുക്കണം. സമാധാനം പറ്റുള്ളൂ. ഒരു ശിവനെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എത്ര വർഷം? complete ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമല്ല. ചില 10 കൊണ്ട്.
ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ആ ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നെ ഒന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മം അടിച്ചിട്ട് പോണ നാടല്ലേ പിള്ളേച്ചാ? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. നിവർത്തിക്കാ കുഞ്ചാറാമോ? ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16 തീയതി പോവാ. ഇട്ടിട്ട വാങ്ങ്. കുട്ടിത്തെ വാങ്ങി. അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടി ആയിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. അഞ്ചാറ് പേരോ? നമുക്ക് തന്നെ ജയിക്കാമായിരുന്നു. ആ താനും കൂടെ ഒട്ടായിരുന്നു, തനിക്കും കിട്ടിയെന്നെ തല്ല്. 5-6 പേരില്ലായിരുന്നോ? ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു നന്നായി. ശാന്തം എന്നിട്ട് அவங்களுக்கு தெரிஞ்சிருக்கு. അതാ എനിക്ക് தெரிஞ்சிருக்கு. പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ ഒളുങ്ങും? കടലിന്നല്ലേ കൈ മുളയ്ക്കുന്നത്. ആ അതവന് സൂളനൂടെ ചേർന്ന എന്നെ ചമ്പിയത്. അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ correct. ഈരാട്ട് താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞിളക്കിയാ മതി, ബാക്കി അവര് നോക്കിക്കോളും. ஈரட்டு தமிழ்நாடுன்னு சொல்லிட்டாங்களா? ஓ இது ஸ்டார்டிங்ல இப்படிதானே இருக்குது. அவங்களுக்கு இவருக்கு ஆறுது இல்ல. ரேஸ் வச்சுட்டு போய் இவங்க எல்லாம் தண்ணிக்குள்ள அந்த பாஸ் பண்றது அந்த கேம். ஆனா அடிக்கிறாங்களே அதுக்கப்புறம். அது தெரியல, அது சின்ன பிள்ளைல அதெல்லாம் மாத்தினது தானே. அது ஆக்சுவலி எனக்கு ரேஸ் இல்ல, அவர் தந்துட்டு வந்திருக்காங்க. அவர் ஸ்மார்ட்டா போய் பிரேக் போட்டார்ல, தண்ணிக்குள்ள விட்டானுங்க, அதுக்கப்புறம் அடிச்சிருக்காங்க. பொட்டா காடுப்பா, வெயில் எடுத்திருக்காங்க. ഡിഫൻസ് വൈഡ് ചെയ്യണം, അല്ലെങ്കിൽ കോർണർ സമൻസ് സൈക്കിൾ സ്പീഡ് കുറയ്ക്കാൻ നിസ്സാര കാര്യമില്ല. മാറുന്ന ഞാൻ പറയുന്നത്. അയ്യോ ഇതൊക്കെ പല്ലുകാട്ടി പറ്റുന്നില്ല. അയ്യോ அவளுக்கு போல குவாரி கொண்டு வந்துட்டாரு. குவாரி தண்ணி அது? ஆமா, குவாரில மழை பெஞ்சு நிக்கிறது தண்ணி. போடு. ஓய் பழக்கம் போல பாலின்னு சொல்லுவாங்க. சைக்கிள்ல ஸ்டண்டா? சைக்கிள் தான் ஆக்சுவலி ஈஸியாக ஸ்டண்ட் பண்ணலாம், பைக்குனா தான் കഷ്ടം. ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കുറ്റകരമാണ്. 5000 രൂപ പിഴയും 6 മാസം കടവടവും. ആര് കെട്ടും, ആര് വാദിക്കും? അയാൾ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. ഒറ്റ പറ്റി മാധവന്റെ വക്കീല, ഞാൻ നിങ്ങൾക്ക് വാദിക്കാം. ഓട്. അയ്യോ അതെ, ഇന്നെ ചവിട്ടി മറക്കാക്കില്ല. അയ്യോ അയ്യോ, നിയമത്തെ അറിയാൻ പോലെ. சப்போர்ட் ஆள் விட்டாங்க. ஏதோ அசம்பாவிதம் நடக்க போகுது. குவாரி வேற. ஸோ காவிய மாதவனுக்கு இன்ட்ரெஸ்ட் இல்லை இது வரைக்கும். ஆனால் கில்ட்டி ஃபீல் இல்லை வர வாய்ப்பு. ഇത് കഴിഞ്ഞില്ലേ? ഓക്കെ, போட்டு தரணும். ഇതൊക്കെ എന്റെ മോള് കോളേജിൽ പോയി പഠിച്ച വിദ്യകളാണോ, അത് ഈ വിത്തിന്റെ ഗുണം കാണിക്കണം? താമിന് ഹീറോ എന്നൊന്നും വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. നിനക്കേ അച്ഛൻ നീ പറ മീശൻ. ഓടി ഗുണ്ട് മുളകെ. രാത്രി വീട്ടിൽ വരും ഉറപ്പാ. ഓഹോ, മീശൻ ദിവസം വരുമോ? എന്നാ വരട്ടെ, ഇത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. ഇതൊക്കെ ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്നാ കേൾവി. അവനിന്ന് വരൂ തുറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് ഉറപ്പാ. ഓ ഹായ് കോട്ടി, അവൻ വരുന്നത് വരെ നമുക്ക് കോട്ടി കളിക്കാം. കഴുത അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്നാൽ തട്ടി തന്നെ ആകെ പുലിവാലാവും. കാട്ടിലേണ്ടാ പിന്നെ അവിടെ പുലിവാൽ. പിള്ളേച്ച ശവത്തെ കുത്തരുത്. അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിഞ്ഞു. എന്റെ മുഖം തിരിച്ചറിയണി പന്തം കത്തിക്കണ്ടി. എന്തിനാ ഇത്രയും കവച്ചു നോക്കുന്നത്?
ஐயோ இவருந்து மாட்டிக்கு போறாரு. ஆமா ஏதோ செட் காமெடி பீஸ் இருக்குப்பா. ഒഴിവാക്കിയിട്ടുള്ള കോമഡി മാസ്റ്റർ പീസ് ഇരിക്കുമ്പോ മാധവൻ നായർ എങ്ങാൻ ഭഗീരഥൻ പിന്നീട് മുമ്പിൽ ചെന്ന് പെട്ട വില കുറപ്പാ. ആ ജീവനാന്തം വില കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനെ അനുവദിക്കില്ല. ഏ മാധവൻ നായർ சாணிதா பிட்டா அப்படியே வீட்டுக்குள்ள நடந்து வந்தாருன்னா பயங்கரமா இருக்கும் இப்போ. മധുരില്ലാത്ത പായസം പോലെ. இவர் யாரா அவர் கண்ணுக்கு இது போட்டுட்டு இருக்காங்க அப்புறம் മുള വെച്ചിരിക്കുന്നത്. മോള എല്ലടോ ഈർക്കില്ല കണ്ണറിയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അച്ഛൻ സുഖില്ലാതെ ഇറന്നപ്പോ അച്ഛന്റെ കണ്ണിൽ 2 ഇറുക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം ഞാൻ കൊണ്ടുതരണ്ടേ? കുടിക്കാനല്ലടോ തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. அந்த வீட்டுக்கு போறாங்களா? ஆமாமா. ലോനപ്പൻ ചതിച്ചു. ഈ സൂചിയില്ല. ഏയ്, ലോനപ്പൻ ചതിക്കില്ല. എന്റെ കാഴ്ച ஈபி கருதலோனப்பன் എന്റെ കാഴ്ച വഴി ഒഴിച്ചിരുന്നാലും കാഴ്ച പോകും. ലോനപ്പൻ വാക്ക് വലിച്ചു. ഈ അച്ഛാ ஸ்டைலிஷா இருக்காருப்பா அசோகன் இதுல. കണ്ണു പോയതല്ല കറണ്ട് പോയതാ. ഇനി വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും പ്രാന്തിയും ചതിക്കില്ല പിള്ളേച്ച. എന്നാ കുന്തെടുത്ത് കാണും. വെള്ളത്തിൽ വെച്ച് போச்சு இது வச்சுட்டு போறாரு. அதான் அந்த நெருப்பு இருப்பேன். என்னது ஆமா இவர் சொன்னார்ல இங்க பேய் இல்ல இங்க வரப்போகுது அப்படின்னு சொல்லி. കൊടുത്തോണ്ട് വന്നേ. കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ കണ്ടുപോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കടറിട്ട കഴുത. போச்சு காலி விட்டுறாரு. ഇവന് ഒടിഞ്ഞു വന്നത്. இது செட்டப்ல ரோட்டு என்ன தலை ஏமாறாப்லே. എന്ത് വെച്ച് പിള്ളേച്ച? എല്ലാരും പപ്പന്റെ പാത കയറിയോ? കാലിന്റെ അടി പാകം പൊള്ളിയുന്നു. கோலி வச்சிருக்காங்க பளிங்கி இல்லையா? പുറത്തിറങ്ങാൻ വിടരുതവരെ. താനിവിടെ കടയിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോളാം. താൻ ഇങ്ങോട്ട് വന്നു. അവർക്ക് എനിപ്പെട്ടോക്കെ നോക്കിട്ട് വരാം. கண்டுபிடிச்சிட்டாரு. ஆளாங்க ഈ പോത്ത് എവിടെ പോയി കിടക്ക്? എടാ മാധവൻ ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളേച്ചന്റെ വീട്ടിൽ കക്ക 15 മിനിറ്റ് മതിയെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഫീസ് ഊരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അപ്പന്റെ പറയാനാ. போச்சு. എടാ മാധവ, ഞാൻ ഫീസ് കൂട്ടാൻ കുറച്ചു. അവസാനം പിള്ളേച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത കാലം വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവരൊന്നും മനുഷ്യരെ കണ്ടില്ലേ? ചെന്തു செந்துவா ஜந்து ஜந்து ஓய்யோ വണ്ടിയാ. അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? காசி புண்ணியம் தேடி காசிக்கு போனா பலிங்கியா ஐயோ போச்சு. பிடிச்சிட்டாங்க பிடிச்சிட்டாங்க. അയ്യോ. എന്തൊക്കെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ നായകളൊക്കെ വെച്ചിട്ട് വന്ന് മേടിപ്പിച്ചതാ. ഓടി. எப்படி தப்பிப்பா இப்போ? மரப்பட்டி மரப்பட்டினா மரத்துல ஏற்பட்டி ഒന്നുമില്ല. മീശയുടെ പൂക്കൊന്ന് കാണാൻ. ஓ மீசை எடுக்க போறாங்க. മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഉണ്ടായത്? ഒന്നുമില്ല, ശബ്ദമെടുത്തി. ഏയ്, നോണ, നോണ. അല്ലല്ല, ഞങ്ങൾ തമ്മിൽ ലവ്വാ. പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. மாத்தி വിട്ടാரு. അതുകൊണ്ട് പിള്ളേച്ചനെ അറിഞ്ഞിട്ട് എന്നെ എലിക്കരെ വെച്ച് പിടിച്ചിരിക്കുക. മാറ്റി വിട്ടാര്. എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. ആ ചെവി ഇങ്ങോട്ട് ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ചെവി തരാം. அந்த கதையை சொல்லிட்டு
പറഞ്ഞു തുടങ്ങടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഒളിക്കിയെന്ന് എനിക്ക് പറയേണ്ടി വരും. രുക്മിണി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. നോക്കുമായിട്ട് വന്ന് നടുമുറ്റത്ത് ശവം വീഴും. നമുക്ക് വലിപ്പം വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാ ബീച്ചെഴുതി കൊണ്ടുവരുവത്താനെ കാപ്പലുമായി എത്തും. ஆரம்பிச்சிட்டா இருப்பா அவரு. தோம் தோம் தோம். ഫിക്ഷൻ ഇത് ഇതില് വരുന്നത് തന്നെ പൊന്നിയിൻ സെൽവനിലെ കൂടെ വരുമേ. നല്ല സ്ത്രീധനം തന്നിട്ട് തന്നെയാ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇപ്പൊ വീടുണ്ടാക്കുന്ന സ്ഥലവും എന്റെ അമ്മ തന്നില്ലേ? എന്താ സിന്ധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെന്താ, ആരുടെ ചക്കാത്തൊന്നും അല്ലല്ലോ. വിഷുവിന് അവകാശപ്പെട്ട ഷെയറല്ലേ ചോദിച്ചത്? അവകാശപ്പെട്ടതൊക്കെ എല്ലാവർക്കും തരും. മാലതിയുടെ കല്യാണം കഴിയാതെ ഈ വീടും പറമ്പും വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും ഒരു മാലതിയുടെ കല്യാണം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ എന്തെങ്കിലും മുട്ടുനായം പറഞ്ഞ് തട്ടിക്കളയും ചെയ്യും. അപ്പൊ പിന്നെ സ്വത്ത് വാങ്ങിക്കണ്ടല്ലോ. ഏടത്തി ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, ഇതിപ്പോ ഭാഗം വെക്കാൻ പറ്റില്ല. நான் போய்ப்பா அண்ணி மாரியா. എല്ലാം സ്വയം അങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഭാഗം നടക്കും. നാളെ രാവിലെ ഭൂമി അളക്കാൻ ആള് വരും. ഓഹോ, അപ്പൊ അല്ലേ ഏർപ്പാടാക്കിട്ടാ വന്നിരിക്കണല്ലേ? അതെ, അമ്മ ഇതിലൊന്നും പറയണ്ട. എന്റെ തീരുമാനങ്ങൾക്കൂടെ എന്തെങ്കിലും വില ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഒന്നുമില്ലാന്ന് വെച്ച് ഞാനായിട്ട് ഒതുങ്ങി മാറി നിന്നപ്പോ നീ അങ്ങോട്ട് വലിയ ആളായി. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരയോ അടക്കേരോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാനിതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാൽ മതി. അമ്മയും മാറ്റി ഞാൻ നോക്കിക്കോളാം. നീ കക്കേ കൊള്ളയടിക്കേ എന്ത് വേണമെങ്കിൽ ചെയ്തു. ശരിയാ, മാധവൻ കള്ളനായന്റെ പേരില് വേറെ ആരും ദുരിതാനുഭവിക്കണ്ട. ഇനി എല്ലാ ഏട്ടൻ തന്നെ നോക്കി നടത്തിക്കോ. എനിക്ക് സ്വന്തമാകും ഒന്നും വേണ്ട. മാധവ മതി, അത് വരുമ്പോ അതല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ അടുത്തേക്കൊന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെയും അടക്കയുടെയും കണക്കൊക്കെ ഏട്ടൻ വന്നിട്ടില്ല. ശരിയാ, ഇവിടെ 3 ആത്മാക്കൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ഏട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഓണത്തിന് സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഒരു മുണ്ടും വെഷ്ടിയും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടൻ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? இது நேத்துக்கு அது நான் கேட்ட கதை இருக்கு. എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടൻ അറിയില്ല. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുണ്ടത്തറയിലെ മേമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടനെ ഇന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ മാധവൻ പഠിപ്പ് നിർത്തി കക്കാനിറങ്ങിയത് പഠിത്തത്തിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് മുടങ്ങാണ്ടിരിക്കാനാ. കഴിഞ്ഞ 15 വർഷം മാസം തോറാ പിള്ളേച്ചന് എണ്ണി കൊടുക്കുന്ന തുക എത്രയെന്നറിയോ? ഏട്ടന്റെ 1 മാസത്തെ ശമ്പളത്തേക്കാൾ കൂടുതലാ. പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായി കൊടുത്തില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങണമെന്നും കാണിച്ച് കോടതിയിൽ നിന്ന് നോട്ടീസാ. ഏട്ടന് ഭാഗം വെച്ച് തരാൻ തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അച്ഛനെ അടക്കം ചെയ്ത് മണ്ണ് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി എന്നിട്ട് കഴുകിയ ചേട്ടി വന്നാലും. ஓகே, பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பை பை.